ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9th ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 9th ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫങ്ഷൻസ്. IO ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്, അതുപോലെ സ്ട്രിങ് റിലേറ്റഡ് ഫങ്ഷൻസ് IO ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്ട്രിങ് എന്താണെന്ന് നോക്കാം. സ്ട്രിങ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേസ്. സ്ട്രിങ് നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്, മുന്നത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. സ്ട്രിങ് ലിറ്ററൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ ഈ സ്ട്രിങ് എന്ന് പറയുന്നത്? ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഡബിൾ കോട്ട്സിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുക അല്ലേ. അതിൽ ഒന്നിലധികം ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്നിലധികമോ ക്യാരക്ടേഴ്സ് ചേർന്ന ആ ഒരു ഡാറ്റേനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഏതായിരിക്കും? ക്യാർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും അല്ലേ. ക്യാരക്ടേഴ്സാണ്, അതുകൊണ്ട് ക്യാർ ടൈപ്പിലായിരിക്കും നമ്മൾ ഏതൊരു സ്ട്രിങ് ഡാറ്റയും നമ്മൾ ട്രീറ്റ് ചെയ്യണത്. ഇനി നമുക്ക് അറേ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അറേ എന്തായിരുന്നു? ഒരു അറേ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. ആ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നിലധികം സെയിം ടൈപ്പായിട്ടുള്ള എലമെൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലേ. അതിൻ്റെ സൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും സൈസോ അല്ലാതെ അതിൽ കുറവ് സൈസായിട്ടുള്ള അറേ എലമെൻറ്റ്സ്, സെയിം ടൈപ്പായിട്ടുള്ള അറേ എലമെൻറ്റ്സ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറേയും സ്ട്രിങ്ങും നമുക്ക് സെയിം ആയിട്ട് തോന്നാം അല്ലേ. അറേ എന്ന് പറയുന്നത് സെയിം ടൈപ്പായിട്ടുള്ള എലമെൻസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരൊറ്റ പേരിൽ. സ്ട്രിങ് എന്ന് പറയുന്നതിൽ എന്താണ്? ഒന്നിലധികം ക്യാരക്ടേഴ്സാണ്, അതും ഒരൊറ്റ നെയിമാണ്. പക്ഷേ നമ്മൾ ക്യാരക്ടർ ഡാറ്റ ആയിട്ടുള്ള സ്ട്രിങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നത് അറേ ട്രീറ്റ് ചെയ്യണത് പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ക്യാരക്ടർ അറേക്ക് മാത്രം ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ആദ്യം ക്യാർ മൈ നെയിം ഓഫ് 10 എന്ന് പറയുന്നൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മൈ നെയിം എന്നാണ് അറേയുടെ പേര്. ക്യാർ ഡാറ്റ ടൈപ്പാണ്, അതുകൊണ്ട് ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സൈസ് 10 നെക്സ്റ്റ് ലൈനിൽ നോക്കിയേ, ക്യാർ മൈ നെയിം ഓഫ് 10 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അറേ ഇനീഷ്യലൈസേഷൻ നടത്തിയിരിക്കുകയാണ്. അറേ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഡിക്ലറേഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ അറേയിലേക്ക് വാല്യൂസ് കൊടുത്തു. അപ്പോൾ മൈ നെയിം എന്ന് പറയുന്ന അറേയിലേക്ക് ഏതൊക്കെ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്? NIKETH. നിക്കേത് എന്ന് പറയുന്ന ഒരു പേരാണ്, അത് നമ്മൾ മൈ നെയിം എന്ന് പറയുന്ന അറേയിലേക്ക് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മൈ നെയിം നമുക്ക് എന്താ തരുന്നത്? ഡാറ്റ. നിക്കേത് എന്ന് പറയുന്ന ഡാറ്റയായിരിക്കും നമുക്ക് തരാം. അതിൽ NIKETH ഈ വാല്യൂസാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ നിക്കേത് ഇങ്ങനെയല്ലാതെ നമുക്ക് കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യാം അല്ലേ. അറേ ഇനീഷ്യലൈസേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് കീബോർഡിൽ നിന്ന് NIKETH നമുക്ക് ഡയറക്റ്റ് മൈ നെയിം എന്ന് പറയുന്ന അറേയിലേക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? അറേയിലേക്ക് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ അറേയിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഫോർ ലൂപ്പ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ എന്താ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് മെത്തേഡ് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 4 int I equal to 0, I less than 6, I plus plus, seen my name of I. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അറേയിലേക്ക് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാറ്. അപ്പോൾ എന്താ ചെയ്യുക? മൈ നെയിം എന്ന് പറയുന്ന ഒരു അറേ അവിടെ ക്രിയേറ്റ് ആവും. അതിൽ 0 മുതൽ 9 വരെയുള്ള പൊസിഷൻസ് ഉണ്ടായിരിക്കും, അതായത് ഇൻഡെക്സുകൾ ഉണ്ടായിരിക്കും. അതിൽ 0 പൊസിഷനിൽ Nഉം, ഫസ്റ്റ് പൊസിഷനിൽ Iയും, സെക്കൻഡ് പൊസിഷനിൽ K, തേർഡിൽ E, ഫോർത്തിൽ T, ഫിഫ്ത്തിൽ H. അങ്ങനെ നിക്കേത് എന്ന് പറയുന്ന ഒരു ഡാറ്റ നമ്മുടെ മൈ നെയിം എന്ന് പറയുന്നൊരു അറേ വാരിയബിളിലേക്ക് സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നോർമലി നമ്മൾ ഒരു അറേ ഇൻസേർഷൻ അല്ലെങ്കിൽ ഒരു അറേനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലേ. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇനി ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ക്യാരക്ടർ അറേ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ആവശ്യം നമുക്കില്ല. ഫോർ ലൂപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം ക്യാരക്ടർ അറേക്കുള്ളൊരു പ്രത്യേകതയാണ്, നമ്മളുടെ ക്യാരക്ടർ അറേ
സാധാരണ ഒരു അരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാരക്ടർ അരയ്ക്ക് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു തവണ ഒരു ക്യാരക്ടർ അരയെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ അരേ ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഓരോ ഇൻഡെക്സ് വൈസ് നമുക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഒറ്റൊരു വേരിയബിൾ അല്ലേ. സാധാരണ ഒരു വേരിയബിൾ എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യാറ്? ഇൻപുട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സീൻ വെച്ചിട്ട് ആ വേരിയബിൾ മാത്രം പറയും അല്ലേ. ഫോർ ലൂപ്പ് ഒന്നും വേണ്ട അല്ലേ സാധാരണ ഒരു വേരിയബിളിന്. അതേപോലെ തന്നെയാണ് ക്യാരക്ടർ അറേ. അപ്പോൾ നമ്മളിവിടെ മുകളിൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് മൈ നെയിമിലേക്ക് ഓരോ ഐ പൊസിഷനിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ഒരൊറ്റ ലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. സീൻ മൈ നെയിം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ അടിക്കുന്ന നികേത് എന്ന് പറയുന്ന പേര് മൈ നെയിം എന്ന് പറയുന്ന അരയിലേക്ക് കയറിക്കോളും. അപ്പോൾ ഇതാണ് ക്യാരക്ടർ അരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് അരയായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാനായിട്ടുള്ളൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഇൻപുട്ട് എ സ്ട്രിങ് ആൻഡ് ഡിസ്പ്ലേ. ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുക, ആ സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ആദ്യം ഹെഡേഴ്സ് നോക്കുക. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റു മെയിൻ. എന്താ പറയുന്നത്? ആദ്യം തന്നെ ഒരു ക്യാരക്ടർ അരേ ഡിക്ലെയർ ചെയ്തു അല്ലേ. ക്യാരക്ടർ അരേ എന്ന് പറയുന്നത് എന്താ? ക്യാർ ഡാറ്റ ടൈപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അരയാണ് ഈ ക്യാരക്ടർ അരേ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ക്യാർ മൈ നെയിം ഓഫ് 10 അല്ലേ. മൈ നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ സൈസ് 10 ആണ്. ഇനി പറയുക സി ഔട്ടിൽ എൻ്റർ യുവർ നെയിം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നെയിം എൻ്റർ ചെയ്യാണ്. ആരുടെ പേരാണോ അത് എൻ്റർ ചെയ്യുക. എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. അത് സീൻ മൈ നെയിം എന്ന് എഴുതിയാൽ മതി. ഫോർ ലൂപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. സീൻ മൈ നെയിം എന്ന് വെറുതെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ അടിക്കുന്ന പേര് ഇപ്പോൾ ABC ആണെങ്കിൽ ABC, നികേത് എന്നാണെങ്കിൽ നികേത്, അത് ഏതാണോ മൈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അത് സ്റ്റോർഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ മൈ നെയിമിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. സി ഔട്ടിൽ ഹലോ എന്ന് പറഞ്ഞിട്ട് മൈ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്യാണ്. ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് താഴെ. എൻ്റർ യുവർ നെയിം നികേത്, ഹലോ നികേത്. കണ്ടോ ഔട്ട്പുട്ട് വന്നത്? അപ്പോൾ ഈ ഒരു കാര്യമാണ് ക്യാരക്ടർ അരേയുടെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് മെമ്മറി അലോക്കേഷൻ ഫോർ സ്ട്രിങ്സ്. അപ്പോൾ സ്ട്രിങ്ങിന് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മളുടെ അരേക്ക് എങ്ങനെയാണ്? നമ്മളൊരു പേര് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്, ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ എലമെൻസും 0 പൊസിഷൻ തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് അലോക്കേറ്റഡ് ആവും അല്ലേ. അങ്ങനെയാണ് സാധാരണ അരേ അലോക്കേഷൻ നടക്കാറ്. ഇനി ക്യാരക്ടർ അരയുടെ അലോക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ മൈ നെയിം എന്ന് പറയുന്ന ഒരു അരയിലേക്ക് ഒരു ക്യാരക്ടർ അരയിലേക്ക് നമ്മൾ നികേത് എന്ന് പറയുന്നൊരു സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ പിക്ചറിൽ തന്ന പോലെയാണ് സ്റ്റോർഡ് ആവുക. NIKATH. അപ്പോൾ നമ്മൾ ഈ ക്യാരക്ടർ അരേ ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരക്ടർ അരയുടെ മെമ്മറി അലോക്കേഷൻ്റെ സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു അരേ മൈ നെയിം എന്ന് പറയുന്ന ഒരു അരയുടെ മൊത്തത്തിലുള്ള സൈസ് എന്ന് പറയുന്നത് 10 അല്ലേ. 10 ആണ് സൈസ് വരുന്നത്. പക്ഷെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള നികേത് എന്ന് പറയുന്ന ഡാറ്റ എത്രയേ ഉള്ളൂ? എത്ര എലമെൻ്റ് ഉണ്ട് അതിൽ? 6 എലമെൻറ്റ്സേ ഉള്ളൂ അല്ലേ. 6 ആണ് ആ നികേത് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 6 ഉള്ളൂ. അപ്പോൾ നമുക്ക് 10 ആയിട്ടുള്ള ആ ഒരു സൈസിൽ 6 സൈസായിട്ടുള്ള മാത്രം ഒരു ഡാറ്റയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊരു ഡാറ്റയും നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ക്യാരക്ടർ അരേ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു സ്ട്രിങ് ഡാറ്റ ആയിക്കോട്ടെ അതിൻ്റെ എൻഡിൽ ഒരു നൾ ക്യാരക്ടറിനെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കമ്പൈലർ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആ നൾ ക്യാരക്ടറാണ് ഈ /0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു /0 എന്ന് പറയുന്ന ഒരു നൾ ക്യാരക്ടർ നമ്മളുടെ എൻഡ് ഓഫ് ദി സ്ട്രിങ്ങിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോർഡ് ആവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ആ ഒരു സ്ട്രിങ്ങിൻ്റെ ടെർമിനേറ്റർ എന്നുള്ള രീതിക്ക് അതവിടെ സ്റ്റോർഡ് ആവും. അപ്പോൾ ഈ ഒരു കാര്യം മെമ്മറി അലോക്കേഷനിൽ ശ്രദ്ധിക്കുക. ഏതൊരു സ്ട്രിങ്ങും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻഡ് പൊസിഷനിൽ ഒരു നൾ ക്യാരക്ടർ അവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റോർഡ് ആവുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കാര്യം നോക്കിയേ. ക്യാർ മൈ നെയിം ഓഫ് 10 ഈക്വൽ ടു നികേത് എന്ന് എഴുതിയിട്ടുണ്ട്. ക്യാർ STR ഓഫ് ഈക്വൽ ടു ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടിൻ്റെയും പ്രത്യേകത എന്താ? മൈ നെയിം എന്ന് പറയുന്ന അരേക്ക്, ക്യാരക്ടർ അരേക്ക് സൈസ് ഉണ്ട് അവിടെ 10 അല്ലേ. അപ്പോൾ 10 എലമെൻറ്റ്സ്, 10 എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് ആയതുകൊണ്ട് 10 എലമെൻറ്റ്സ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന എലമെൻറ്റ് എന്താ? നികേത് എന്നാണ്. നികേത് എന്താ? 10
എലമെൻറ്റ്സ് ഉണ്ടോ അതിൽ? ഇല്ല. നികേതിലാകെ 6 സൈസായിട്ടുള്ളൊരു ഡാറ്റ ആണ് നികേത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മൈ നെയിമിൽ നികേത് എന്ന് പറയുന്നത് സ്റ്റോർ ആകുമ്പോൾ ആദ്യത്തെ ആ 6 എലമെൻറ്റ്സ് മാത്രം, ആദ്യത്തെ ആ 6 പൊസിഷൻ മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കി എന്താണ്, ബാക്കിയുള്ള സ്പേസ് അവിടെ വെറുതെ ആയിട്ട് കിടക്കും അല്ലേ. അപ്പം അങ്ങനെ ഒരു പോരായ്മ ഈ ഒരു ലൈനുണ്ട്, ക്യാർ മൈ നെയിം ഓഫ് 10 ഈക്വൽ ടു നികേത് എന്ന് പറയുന്നതിൽ. ഇനി നെക്സ്റ്റ് നോക്കുക, ക്യാർ str ഓഫ് ഈക്വൽ ടു ഹലോ വേൾഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഹലോ വേൾഡ് വലിയൊരു വേർഡ്, ഒരു സ്ട്രിങ് ആണ് അല്ലേ. അത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും സ്പേസ് അവിടെ എടുക്കാം. കാരണം എന്താ, നമുക്ക് str-ന് അവിടെ സൈസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ക്യാരക്ടറെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അത് മെമ്മറി സ്പേസ് കൂടുതലാക്കി നമുക്ക് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നൊരു ഇതാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സൈസ് പറഞ്ഞ് നമ്മളൊരു ക്യാരക്ടറെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മളതിൽ കുറവ് സൈസായിട്ടുള്ളൊരു ഡാറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ മെമ്മറി സ്പേസ് അവിടെ വെറുതെ പോവുകയാണ്. അവിടെ നമുക്ക് വേറൊരു കാര്യം ഉണ്ടാവില്ല, അൺയൂസ്ഡ് മെമ്മറി ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സൈസ് പറയാതെ തന്നെ ഒരു ക്യാരക്ടറെ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് എത്ര സൈസായിട്ടുള്ള ഡാറ്റ വേണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാം എന്നുള്ള കാര്യം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ്. സ്ട്രിങ്സിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ നോക്കി എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഔട്ട്പുട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ സീനിലെ മൈ നെയിം എന്ന് പറയുന്നതിലേക്ക് ഇൻപുട്ട് ചെയ്തു, സി ഔട്ട് വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. അപ്പം ഈ ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നത്? എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു, നികേത് എന്ന് പറയുന്ന നെയിം നമ്മൾ എൻ്റർ ചെയ്തു, അത് മൈ നെയിം എന്ന് പറയുന്ന വാരിയബിൾ സ്റ്റോർഡായി. ഡിസ്പ്ലേ ചെയ്തപ്പോൾ എന്ത് വന്നു? ഹലോ നികേത് എന്ന് പറഞ്ഞിട്ട് വന്നു. കറക്റ്റായിട്ട് അല്ലേ. നമ്മൾ സീനും സി ഔട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സീൻ വഴി നമ്മൾ നികേതിനെ ഇൻപുട്ട് ചെയ്തു, സി ഔട്ട് വഴി അതിനെ ഡിസ്പ്ലേ ചെയ്തു. ഇനി ഈ ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് നോക്കുക. ഇവിടെ ഒരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റർ ചെയ്യുന്നത് മായ സ്പേസ് മോഹൻ, മായ മോഹൻ എന്ന് പറയുന്ന ഒരു പേരാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്തപ്പോൾ എന്താ വന്നത്? ഹലോ മായ എന്ന് മാത്രമേ വന്നുള്ളൂ അല്ലേ. എന്താ ഇങ്ങനെ വരാൻ കാരണം? അവിടെ നികേത് എന്ന് കൊടുത്തപ്പോൾ നികേത് എന്ന് തന്നെ നമുക്ക് വന്നു. ഇവിടെ മായ മോഹൻ എന്ന് കൊടുത്തപ്പോൾ നമുക്ക് മായ എന്ന് മാത്രമാണ് വന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മളുടെ ആ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് അത്. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ നോക്കാം. നമ്മൾ സീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വൈറ്റ് സ്പേസിനെ റീഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. ഒരു സ്ട്രിങ്ങിലുള്ള വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഈ സ്പേസ് മായ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്പേസാണ് വൈറ്റ് സ്പേസ്. അപ്പോൾ വൈറ്റ് സ്പേസിനെ റീഡ് ചെയ്യാനായിട്ട് സീൻ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സീൻ വെച്ചിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് മായ മാത്രം നമുക്ക് ഔട്ട്പുട്ടായിട്ട് വന്നത്. അപ്പോൾ മായ മോഹൻ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ മായ കഴിഞ്ഞിട്ട് പിന്നെ കമ്പൈലർ കാണുന്നത് എന്താണ്? ഒരു വൈറ്റ് സ്പേസ് ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ മോഹൻ എന്ന് പറയുന്നത് നോക്കില്ല. അപ്പോൾ മായ കഴിഞ്ഞ് നേരെ തന്നെ മായയുടെ അറ്റത്ത് എൻഡിൽ ഒരു നൾ ക്യാരക്ടർ അവിടെ സ്റ്റോർഡ് ആവും എൻഡ് എന്ന് കാണിക്കാനായിട്ട്. അതുകൊണ്ടാണ് മായേനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്തത്? ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ സീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് വൈറ്റ് സ്പേസിനെ റീഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മായ എന്ന് പറയുന്നൊരു ഫസ്റ്റ് എലമെൻറ്റ് മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സ്ട്രിങ്സൊക്കെ ഇൻപുട്ട് ചെയ്യുമ്പോൾ സ്പേസൊക്കെ വരാം അല്ലേ, വൈറ്റ് സ്പേസൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്ട്രിങ്സിനെ ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. GETS, ഗെറ്റ്സ് 2 ബ്രാക്കറ്റ്സ്. അങ്ങനെയാണ് ഫങ്ഷൻസ് എഴുതുക. അപ്പോൾ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ വൈറ്റ് സ്പേസോട് കൂടി ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നുണ്ട്? ഗെറ്റ്സ് ഈസ് എ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ്ഡ് ടു ഇൻപുട്ട് എ സ്ട്രിങ് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസസ്. അങ്ങനെയാണ് നമ്മൾ ഗെറ്റ്സിനെ ഡിഫൈൻ ചെയ്യണത്. അപ്പം ഇവിടെ ടെക്സ്റ്റിൽ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ദ ഫംഗ്ഷൻ ഗെറ്റ്സ് ഈസ് എ കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ്ഡ് ടു ആക്സെപ്റ്റ് എ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ ക്യാരക്ടർ അറേ. അല്ലേ, നമ്മൾ കൊടുക്കുന്ന കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ഏതൊരു സ്ട്രിങ്ങിനെയും വൈറ്റ് സ്പേസോടുകൂടി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷനാണ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഗെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഇതിവിടെ സിൻടാക്സ് വന്നിട്ടുണ്ട്, ഗെറ്റ്സ് ഓഫ് ക്യാരക്ടർ അറേ നെയിം. ഇപ്പോൾ നമ്മൾ സീൻ മൈ നെയിം എന്ന് പറയുന്നത് എങ്ങനെ ആക്കി മാറ്റുക? ഗെറ്റ്സ് മൈ നെയിം നോക്കുക. ആ മൈ നെയിം എന്ന് പറയുന്നത് ഗെറ്റ്സിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി.
അപ്പോൾ സീനെ അവിടെ റീപ്ലേസ് ചെയ്ത് ഗെറ്റ്സ് മൈ നെയിം എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, നമ്മൾ മായ മോഹൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ മായ മോഹൻ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും കോമൺ ആണ്. നമ്മളുടെ ഈ പ്രോഗ്രാം കോഡ് തരും. ഈ കോഡ് തന്നിട്ട് ഔട്ട്പുട്ട് ഇങ്ങനെ തരും, എൻ്റർ യുവർ നെയിം മായ മോഹൻ ഹലോ മായ എന്ന് പറഞ്ഞിട്ട് തരും. എന്നിട്ട് എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് എഴുതേണ്ടത്. നമ്മൾ ഗെറ്റ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാം കോഡ് മാറ്റിയാൽ മാത്രമേ നമുക്ക് വൈറ്റ് സ്പേസോട് കൂടിയിട്ടുള്ള സ്ട്രിങ്ങിനെ നമുക്ക് റീഡ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി ഇവിടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടു ഇൻപുട്ട് എ സ്ട്രിങ് ആൻഡ് കൗണ്ട് ദ വവൽസ് ഇൻ എ സ്ട്രിങ്. അല്ലേ, ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുക, ആ സ്ട്രിങ്ങിൽ വവൽസ് ഉണ്ടെങ്കിൽ അതിനെ കൗണ്ട് ചെയ്യുക. എത്ര വവൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ ഹെഡേഴ്സ് നോക്കുക. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രിങ്, ഹാഷ് ഇൻക്ലൂഡ് CSTDIO. നമ്മൾ സാധാരണ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ CSTDIO എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ എക്സ്ട്രാ നമ്മൾ കൂടി യൂസ് ചെയ്തു. ഇത് യൂസ് ചെയ്യുന്നത് ഗെറ്റ്സ് ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹെഡർ ഫയൽസ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളൊരു പ്രോഗ്രാമിൽ ഏതൊക്കെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ബിൽറ്റ് ഇൻ ലൈബ്രറീസും എല്ലാ കാര്യങ്ങളും ഉള്ളത് ഹെഡർ ഫയൽസിലാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചൊരു പ്രോഗ്രാമിൽ സീൻ സി ഔട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ഹെഡർ ഫയൽ, അതിൻ്റെയൊക്കെ ലൈബ്രറി ഫങ്ഷൻസ് ഉള്ളത് IO സ്ട്രീമിലാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് IO സ്ട്രീമിലാണ്. അതുകൊണ്ട് നമുക്ക് IO സ്ട്രീം എന്ന് പറയുന്ന ആ ഒരു ഹെഡർ ഫയൽസിൻ്റെ ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ട്രിങ് കൂടെ പഠിച്ചു വരുമ്പോൾ സ്ട്രിങ്ങിൽ നമുക്ക് എക്സ്ട്രാ വേറൊരു ഫങ്ഷൻസൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പഠിച്ചതാണ് ഗെറ്റ്സ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിലില്ല, അതിൻ്റെ ലൈബ്രറി ഫങ്ഷൻസ് ഇല്ല. അതുകൊണ്ട് CSTDIO എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിലാണ് നമ്മളുടെ ഗെറ്റ്സിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത്, ലൈബ്രറി ഫങ്ഷൻസൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയൽ കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹെഡർ ഫയൽ ഫോർ യൂസിങ് ഗെറ്റ്സ് ഫംഗ്ഷൻ. ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഹെഡർ ഫയലാണ് CSTDIO. അപ്പോൾ നമ്മൾ 2 ഹെഡർ ഫയൽസും ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് യൂസിങ് നെയിംസ്പേസ് STD ഇൻറ്റു മെയിൻ. ഇത്രയും കോമൺ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു സ്ട്രിങ്ങിനെ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നു. അതിൽ ഓരോ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് അതിലെത്ര വവൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ നമ്പർ, വവൽസിൻ്റെ എത്ര എണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ട്രിങ്, ഒരു ക്യാരക്ടർ അരേനെ ഡിക്ലെയർ ചെയ്തു. CHAR STR of 20 ആണ് സൈസ്. STR എന്ന് പറയുന്നതാണ് ക്യാരക്ടർ അരയുടെ പേര്. ഇനി എന്താ ചെയ്യുന്നത്, int wow equal to 0. വവൽസിൻ്റെ എണ്ണമല്ലേ വേണ്ടത്. അപ്പോൾ വവൽസിൻ്റെ എണ്ണം കിട്ടാനായിട്ട് നമ്മളൊരു ഇൻറ്റീജർ ആയിട്ടുള്ള wow എന്ന് പറയുന്നൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് 0 ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും വവൽസ് കണ്ടു കഴിഞ്ഞാൽ ആ 0 മാറി 1 ആവും, 2 ആവും, 3 ആവും. അപ്പോൾ എത്ര വവൽസ് ഉണ്ടോ അതിനുള്ള നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് wow എന്ന് പറയുന്ന വാരിയബിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ വയ്ക്കുകയാണ്, ഒരു മെസ്സേജ് വയ്ക്കുകയാണ് C ഔട്ടിൽ എൻ്റർ എ സ്ട്രിങ്. അല്ലേ, ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എൻ്റർ ചെയ്യാണ് അല്ലേ, ഇൻപുട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഗെറ്റ്സ് യൂസ് ചെയ്യാണ്. ഗെറ്റ്സ് ഓഫ് STR എന്ന് പറയുന്ന വാരിയബിളിലേക്കല്ലേ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഗെറ്റ്സ് ഓഫ് STR എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിലും അത് ആ STRലേക്ക് കയറിക്കോളും. അപ്പോൾ ഗെറ്റ്സ് ഓഫ് STR എന്ന് പറയുന്ന, അപ്പോൾ ഇത്രയും വരെ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രിങ്ങിനെ അല്ലേ, ഒരു ക്യാരക്ടർ അരേനെ ഡിക്ലെയർ ചെയ്തു, എൻ്റർ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഗെറ്റ്സ് ഓഫ് STR വരെ നമ്മൾ എൻ്റർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, ആ ഒരു സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടേഴ്സും എടുത്തിട്ട് അത് വവ്വലാണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാണോ ലാസ്റ്റ് വവ്വലിൻ്റെ എണ്ണം എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടു. ഫോർ int I equal to 0, STR of I not equal to null I++. അല്ലേ, എന്താ ഫോറിൽ എഴുതിയിട്ടുള്ളത്, സ്റ്റാർട്ടിങ് എപ്പോഴും 0 എന്ന് തുടങ്ങണം അല്ലേ. 0 ഇൻഡെക്സിലിരിക്കുന്ന ക്യാരക്ടറിനെ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ I equal to 0 വെച്ചു. എവിടെ വരെ പോകണം, ഇതിൻ്റെ എൻഡ് എവിടെയൊക്കെ ഇരിക്കുക, ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡ് പൊസിഷൻ എവിടെ ഇരിക്കുക, നൾ ക്യാരക്ടറിലാണ് ഇരിക്കുക അല്ലേ, നൾ ക്യാരക്ടർ. അപ്പോൾ STR of I നൾ ക്യാരക്ടർ ആവരുത്. ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് അവിടെ കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ അതാണ് കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. STR of I നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണെങ്കിൽ ഉള്ളിലേക്ക് വന്നു. എന്നിട്ട് നമ്മളവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് STR of I അല്ലേ, കറൻ്റ്ലി 0 ആയിരിക്കും I എന്ന് പറയുന്നത്. അപ്പോൾ STR of I എന്ന് പറയുന്നത് സ്വിച്ചിലൂടെ പാസ് ചെയ്തിട്ട് ആ I എന്ന് പറയുന്നത്, STR of I എന്ന് പറയുന്നത് കേസ് A ആണോ E ആണോ I O U ഇത്രയും ആണോ എന്ന് അവിടെ ചെക്ക് ചെയ്യും.
ആണെങ്കിൽ വവ്വൽ എന്ന് പറയുന്നത് പ്ലസ് പ്ലസ് ചെയ്യാണ്. ഈ വവ് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് എല്ലാ കേസിലും എഴുതണം കേട്ടോ. ലാസ്റ്റത് മാത്രമല്ല, എല്ലാ കേസിലും നമ്മളവിടെ എഴുതി പോകുന്നുണ്ട്. ഇത് കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് ലാസ്റ്റ് യു കേസിൽ മാത്രം വവ് പ്ലസ് പ്ലസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വവ് പ്ലസ് പ്ലസ് അല്ലേ. അപ്പോൾ എവിടെയാണോ അത് കൗണ്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണോ AEIOU എവിടെയാണോ വന്നിട്ടുള്ളത്, അപ്പോൾ വവ് പ്ലസ് പ്ലസ് ചെയ്യും അല്ലേ. വവ് അപ്പോൾ എത്രയാവും? 1 ആവും. ഇനി വീണ്ടും I മാറും അല്ലേ. I0 എന്നുള്ളത് I1 ആവും. നൾ ക്യാരക്ടർ ആണോ ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും സ്വിച്ചിലേക്ക് പാസ് ചെയ്യും. അത് AEIOU ഏതിലെങ്കിലും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ വവ്വൽ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യും. വവ് 2 ആവും അല്ലേ. പിന്നെ I2 ആവും. 2 നൾ ക്യാരക്ടർ ആണോ ചെക്ക് ചെയ്യും. അതുപോലെ I സ്വിച്ചിലൂടെ പാസ് ചെയ്യും. AEIOU ആണോ നോക്കും. ആണെങ്കിൽ വവ് വീണ്ടും പ്ലസ് ചെയ്യും. അങ്ങനെ സ്ട്രിങ്ങിൻ്റെ എൻഡ് വരെ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും. ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വവ് എന്ന് പറയുന്ന ആ ഒരു വാരിയബിളിൽ എത്ര വവൽസ് ഉണ്ട് അതിൻ്റെ എണ്ണം കിട്ടിയിട്ടുണ്ടാവും. ലാസ്റ്റ് സി ഔട്ടിൽ നമ്പർ ഓഫ് വവൽസ് ഇൻ ദി സ്ട്രിങ് STR ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വവലിൻ്റെ നമ്പർ എത്രയാണോ അതവിടെ പ്രിൻറ്റ് ചെയ്യും. റിട്ടേൺ 0 പറയും, ക്ലോസ് ചെയ്യും. ഇവിടെ ഔട്ട്പുട്ട് നോക്കി. എൻ്റർ എ സ്ട്രിങ് എന്ന് പറഞ്ഞപ്പോൾ ഹലോ സ്പേസ് ഗൈസ്, ഹലോ ഗൈസ് എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്? നമ്പർ ഓഫ് വവൽസ് ഇൻ ദി സ്ട്രിങ് ഹലോ ഗൈസ് ഈസ് 3 അല്ലേ. 3 വവൽസ് അതിലുണ്ട് എന്നാണ് കാണിക്കുന്നത്.